വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് കോട്ടയം കുമരകം റോഡിലെ വഴിയോര കാഴ്ചകളാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നെൽപ്പാടങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ മഴയായതുകൊണ്ട് ഈ നെൽപ്പാടങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ധാരാളം താറാവ് കൃഷിക്കാർ ഈ സമയത്ത് ഈ പാതയോരത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം താറാവുകളെ ഇവിടെ വളർത്തുന്നുണ്ട്. റോഡരികിൽ നാടൻ താറാവ് മുട്ടയും അതുപോലെ തന്നെ താറാവിനെ ഒക്കെ വിൽക്കുന്ന ഇടങ്ങൾ ഇവിടെ ഉണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെ മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളാണ് ഉള്ളത്. ധാരാളം കരിമീനും ആറ്റുമീനും ഒക്കെ ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ് കുമരകം. കുമരകത്തു നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കണവാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. അവിടാണ് ലേക്ക് റിസോർട്ടുകളും അതുപോലെ തന്നെ താജ് ഹോട്ടലുമൊക്കെ ഉള്ളത്. ധാരാളം വിദേശികളാണ് ഇവിടെ എത്തുന്നത്. ഇത് കുമരകം ടൗണാണ്. കുമരകം ടൗണിനോട് ചേർന്നുള്ള ഒഴുകുന്ന ഒരു തോടാണ്. ഇവിടെ ധാരാളം വള്ളങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ കാലത്ത് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കുമരകത്ത് എത്തിക്കഴിഞ്ഞാൽ ഹൗസ് ബോട്ടിനും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകളും ഇതുപോലുള്ള വള്ളങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് കയറി കുമരകം മൊത്തം ചുറ്റിക്കറങ്ങി കാണാനായിട്ട് സാധിക്കും. മഴ മാറി കഴിയുമ്പോഴത്തേക്ക് ഈ നെൽപ്പാടങ്ങളൊക്കെ കൃഷി ചെയ്ത് ആ സമയത്ത് നമ്മൾ ഇതിലുവഴി വരികയാണെങ്കിൽ പച്ചപ്പിൻ്റെ ഒരു ദൃശ്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുമരകത്താണ് പക്ഷി സങ്കേതവും അതുപോലെ തന്നെ കുമരകം കാർഷിക കോളേജിൻ്റെ കെട്ടിടങ്ങളും ഒക്കെ ഉള്ളത്. ഇത് മീനച്ചിലാറാണ്. ഈ പാതയോരത്തിലൂടെ സൈഡിൽ ഒഴുകുന്ന മീനച്ചിലാറ് ആണ്. ചരിത്രപ്രസിദ്ധമായ താഴത്തങ്ങാടി വള്ളംകളിയൊക്കെ നടക്കുന്നത്. ഒരു കാലത്ത് കോട്ടയത്തിൻ്റെ വ്യാപാര കേന്ദ്രമായിരുന്നു താഴത്തങ്ങാടി. ധാരാളം ദ്വീപ് വള്ളങ്ങളും വന്ന് ഈ സ്ഥലത്തെത്തിയായിരുന്നു കച്ചവടങ്ങൾ നടത്തിയിരുന്നത്. ഇത് മറുകരയായിട്ട് ബന്ധിക്കുന്ന ഒരു തൂക്കുപാലമാണ്. കുമ്മനമാണ് മറുകരയിലുള്ള ഗ്രാമം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മനോഹരമായിട്ടൊരു ഇടമാണ് കുമരകം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിരവധി ചിത്രങ്ങൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരിടം കൂടിയാണ് കുമരകവും ഇല്ലിക്കലും ഒക്കെ. താങ്ക് യു.